ജെറി, ഒന്ന് പെട്ടെന്ന് നിൽക്ക് ജെറിനെ, ടീച്ചറുടെ ഫോണാ. കിട്ടിയോ? കണ്ണേട്ടാ, കിട്ടില്ല സാധനം. സാധനം കൊള്ളാല്ലേ? അടുത്ത സെറ്റ് ചെയ്യാം. ടീച്ചർമാരൊന്നും പറയില്ല. അതൊന്നും സീനില്ല. എന്താ കണ്ണില്ലേ നിനക്ക് കണ്ണില്ലേന്നാ ചോദിച്ചത്. എന്തോന്ന്? എന്താ എടാ ജെറിനെ വേണ്ട. എടാ ജെറിനെ പറയണ കേക്ക്. ആ ഇങ്ങോട്ട് വന്നിട്ട് നീ എന്നല്ലേ തട്ടിയത്? നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഞാനല്ലോ. ഈ പ്രദക്ഷിണ വീതികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. എവിടെ പോണേ? അവിടെ മതിയെ പ്രശ്നമില്ല. ജെറിനെ എവിടെ? അവിടെ ഉണ്ട്. ഇവിടുന്ന് പോലെട്ടോ നീ കേട്ടോ. ഇത് തൊടുപുഴ. ഇവിടുന്ന് പോലാ നീ. കൈ കൊണ്ടാരുമില്ല. പിന്നെ മര്യാദയില്ലാന്ന് തട്ടിയിട്ട് വന്നപ്പോ തൊട്ട് അലമ്പാവും. ആ എടാ നീ എന്താണ്? നിന്റെ പിള്ളേരാണത്? ആ എന്തിട്ട്? ഒന്നുമില്ല, ഓരോ വള്ളി സീന് ചുമ്മാ. നീ മര്യാദക്ക് പറഞ്ഞാ മതി. പിള്ളേരൊക്കെ അല്ലേ കണ്ടേട്ടാ, വിട്ട് കളാ. ആ ഞാൻ വിട്ടു. ഓക്കെ, കാണാം. ജെറിനെ പോടാ. ജെറിനെ ജെറിനെ നിക്കടാ. എടാ നീ വിട്ട് കളാ. ഇനി അത് ആലോചിച്ച് ട്രിപ്പിന്റെ മൂഡ് കളയണ്ട. എന്ത് പറ്റിയടാ? അതൊരുത്തൻ ചൊറിയാൻ വന്നാ. ഞാൻ വന്നോണ്ട് സോൾവ് ആയി. അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു, ട്രിപ്പ് കൊളതാണ്.
എന്താണ് എന്ത്? ഇവ? എങ്ങനെ മനസ്സിലായി? നമ്മളെല്ലാം അറിയുന്നുണ്ട്. ഓടാ, കാര്യം പറ. ട്രിപ്പിനായിരിക്കല്ലേ? പോടാ പോടാന്ന്. പോടാ. ഡാ. എടാ, എനിക്ക് അവളോടൊന്നും മിണ്ടണം ഇപ്പോ. ആ, എന്താണ്? എടാ ചെല്ലേല്. ഇവ ബാ. ഇവളാ? ഡാ, അടുത്ത ഇന്റർവെൽ ഉണ്ടല്ലോ, അപ്പം സംസാരിക്കാം. ഇവ റെജി. ശരിയാകും. ഇവ എന്താടാ? ഇവ ഷേ, നശിപ്പിച്ച്. എടേ ഒരു മിനിറ്റ്. ഓ നാളെ വരുമോ? ആ ഓ ഓക്കെ. എടി അസൈൻമെന്റ് ചെയ്തായിരുന്നോ? ഇല്ലടി, ഇന്നലെ തലവേദനയായിരുന്നു. ഈ ഡയാന ഒരു പ്രശ്നമാണ്. അവളുടെ അടുത്ത് നമുക്ക് പോയി പറഞ്ഞാലോ? ഏയ്, അത് ശരിയാവില്ല. അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ പ്രശ്നമാവരുത്. എന്നാൽ നമുക്ക് വേറെ വഴി നോക്കാം. ബാ. ഇന്നാ കിറ്റ്കാറ്റ് ഇതെങ്ങാനും കഴിച്ചു വിട്ടിരുന്നാൽ പോരെ? വെറുതെ എന്തിനാ അങ്ങോട്ടൊക്കെ പോയി? കഴിക്കൂ, എൻജോയ്. അവള് വരുന്നില്ലല്ലോ. റെജി പണി തുടങ്ങി. സിംഗിളാണോ? അല്ല. ശംഭോ മഹാദേവ. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല. അതൊക്കെയല്ലേ കാണേണ്ടത്. പ്രതിരോധത്തിന്റെ ഭാഗമായി കേരളത്തിൽ നാളെ മുതൽ ഞായറാഴ്ച വരെയാണ് ലോക്ക്ഡൌണിന് സമാന നിയന്ത്രണങ്ങൾ. യാത്രയ്ക്കും പ്രവൃത്തിക്കും അനുമതിയുള്ളത് അവശ്യ ആടാ പറ. എടാ റയാനെ, നീ ഫ്രീ ആണോ? ആടാ. എന്നാ ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരട്ടെ. എടാ, ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ? ഇവിടെ പോലീസൊന്നുമില്ല, ഞാൻ വരാം. എന്താടാ കേസ്? എന്താ? എടാ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ നീ വൈകിട്ട് ഇറങ്ങ. ആടാ, ഓക്കെ. ശരിയല്ല. എന്താടാ കാര്യം പറ. എനിക്കൊരു കൊച്ചിന് ഇഷ്ടമാണ്. ഇപ്പൊ എന്താ നിന്റെ മെയിൻ പ്രശ്നം? എടാ, എനിക്ക് അവളെ കാണണം. എടാ, ഒന്നും നടക്കൂല. ഇവിടെ പാലമൊക്കെ പൂട്ടിയിട്ടേക്കുക. പാലൊക്കെ തുറക്കാം. അതൊന്നും നടക്കൂല. നീ ചെറിയ വല്ല കാര്യമുണ്ടെ പറ. എന്തൊരു കഷ്ടപ്പാടാ. സ്കൂളിൽ ചെന്നാൽ അവിടെ സംസാരിക്കാൻ പറ്റില്ല. എന്തേലും വള്ളി കാണും. നിനക്കൊന്നവളെ വിളിച്ചൂടെ? വിളിക്കാൻ അവളുടെ മമ്മിയുടെ ഫോണാ. വാട്സപ്പല്ലേ? ഇൻസ്റ്റ? അവൾക്ക് ഇൻസ്റ്റ ഇല്ല. വാട്സപ്പിലാണെ ഇടയ്ക്കേ കയറാറുള്ളൂ. ഇതെന്ത് കഷ്ടോ ഇത്? എന്നിട്ട് നീ അവളോട് പറഞ്ഞോ? ആ, അടിപൊളി. നീ പറഞ്ഞില്ലേ അവളെങ്ങനെ അറിയും? അത് ശരിയാവൂല. ഞാനാണെ പറഞ്ഞിട്ടുമില്ല. അവളെങ്ങനെ നോ പറഞ്ഞ പിന്നെ അവളെ മൂഡ് പോകുമ്പോച്ചാനെ അതാ വിഷയം. അവൾ നോ പറയോ എസ് പറയോ എന്നുള്ളതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. നിന്റെ ഫീലിങ്സ് അവൾ അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പുറകെ നീ വെറുതെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും.
അതൊന്നും ശരിയാവില്ല. പറയാതിരുന്നാൽ അത് ശരിയാവൂ. നീ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറ, അല്ലെങ്കിൽ നീ പിന്നെ അതോർത്ത് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. നീ അവളോട് പറ. ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, അവളുടെ ഡിസിഷൻ എന്തും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ എഫക്റ്റ് ചെയ്യരുത്. എന്തായി പറഞ്ഞാ? എൻ്റെ പൊന്നുമോനെ പറഞ്ഞു എന്നിട്ട് എന്തായി? ആളെന്ത് പറഞ്ഞ്? നാളെ പറയാന്ന് പറഞ്ഞടാ. എനിക്കൊരു ടെൻഷനാവും. ദൈവമേ, സെറ്റായാ മതി. നാളെയാ? കൊള്ളാല. അവള് നിനക്കൊരു പരിഗണന തന്നെ ഉണ്ടല്ലയാ, അല്ലെങ്കിൽ ഇത്രയും ടൈം എടുക്കേണ്ട കാര്യമുണ്ടോ? അവള് നിന്നോട് പറയാൻ പോകുന്ന കാര്യം 100% പോസിറ്റീവായിരിക്കും. എടാ മോനെ, ഇതെല്ലാം കഴിഞ്ഞാൽ ചെലവുണ്ട് മോനെ, ചെലവുണ്ട്. ലോക്ക്ഡൌൺ ഇളവുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. റെജി, എന്ത് ചെയ്യൂടാ? ഞാനവളെ പ്രപ്പോസ് ചെയ്തിട്ട് പോകും. ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അതിന് നീ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? നിനക്കത് പറയാം, ഞാനിപ്പോൾ എന്ത് ചെയ്യും? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് തല ഉണ്ടാക്കണം. എടാ റെജി, നീ അവള് വരുമ്പോൾ പറയണം കേട്ടോ. അവള് വരുമ്പോൾ അപ്പം തന്നെ പറയണം. പറയാം. ഓക്കെ? സെറ്റ്. ആരാ? ഇവ നിന്റെ അടുത്ത് പറഞ്ഞാടാ പട്ടി അവള് വരുമ്പോൾ പറയണമെന്ന്. വേണേന്നാ. പിന്നെ എവയിപ്പില്ലേ മറ്റേ സ്ലാം ബുക്ക്, അത് കൊണ്ടുവരാറുണ്ട്. സ്ലാം ബുക്കോ? അതെന്താ? അത് മറ്റേ സ്കൂൾ വിട്ട് പോകുമ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പേര് എഴുതി മേടിക്കുന്ന ഒരു സാധനം. എല്ലാവർക്കും റൈറ്റ് ചെയ്യാം? എല്ലാവർക്കും ചെയ്യും. എന്താ പരിപാടി? ഓ ചുമ്മാ എന്നാ ശരി, ഞാൻ പോവാണേ. എന്താ ഇപ്പോൾ ഇവിടെ നടന്നത്? തേച്ചി. ഷേടേ, എന്തായാലും എക്സാം മാറ്റി വെക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അടുത്ത വോട്ട് എന്തായാലും ജിക്ക് തന്നെ. എടാ ഇതോ ഏതോ വരുന്നുണ്ട്. ഞാൻ മാറണോ? വേണ്ട, അവളെന്നെ അവോയ്ഡ് ചെയ്യണോ? സംഭവം സ്ഥിരം ക്ലീശേ ഡയലോഗാണ്, എന്നാലും ഞാൻ പറയാം. അവക്ക് നിന്നോടുണ്ടെങ്കിൽ അവളിപ്പോൾ നിന്നെ തിരിഞ്ഞു നോക്കും. തിണ്ടി മന്നെ, ഇതൊക്കെ സംഭവിച്ചു പോകുന്നു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇവ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. നീ എന്നെ അവോയ്ഡ് ചെയ്യാമെന്ന് എനിക്കറിയാം.
പക്ഷേ എന്തിൻ്റെ ബേസിസിലാണ് നീ ഇത് ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞൂടെ? കാര്യം എന്തായാലും. എടാ നിനക്കറിയാലോ, ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെയൊന്നും ആയിട്ടില്ല. നീ എന്നെ ഓരോ തവണ നോക്കുമ്പോഴും എനിക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതാ ഞാൻ ഡിസ്റ്റൻസ് ഇട്ടത്. നിനക്കൊരു ഹോപ്പ് ആണ്ടെന്ന് കരുതി. ചിലപ്പോൾ അത് ശരിയായിരിക്കും. ഞാൻ നീ പറയുന്ന പോലെ നോക്കുന്നുണ്ടാവും. ഐ ആം സോറി. ഞാനത് ശ്രദ്ധിച്ചോളാം. നീ സോറി ഒന്നും പറയണ്ട. നീ ബുക്ക് വായിക്കുമെന്ന് കേട്ടു. ഞാനൊരു ബുക്ക് ഞാൻ റെജിനെ കണ്ടിട്ട് വരാം. ആ ജെറി, ഐ എം സോറി. എനിക്കിത് മേടിക്കാൻ പറ്റില്ല. കുഴപ്പമില്ല. എടാ ഒന്നും തോന്നല്ലേ, എൻ്റെ അവസ്ഥ ഉണ്ടാ. ഏയ് കുഴപ്പമില്ല. ഇവ ഓ നിന്റെ സ്ലാം ബുക്ക് ഉണ്ടാവോ? എനിക്കൊന്ന് വേണമായിരുന്നു. ആ റെജി, വെള്ളമുണ്ടോ? എടാ ഇത് വേണോ? ആ മിസ് റിയ മാത്യു എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. ശോകം. ആ പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൽ ഭയങ്കര ശോകം. സത്യം. നിനക്ക് അങ്ങനെ ഉണ്ടായിരുന്നു? സുഖം. സുഖം, ഒരു മാറ്റമില്ല. ഉം. ഇന്ന് ഭയങ്കര നേരത്തെ ആണല്ലോ, എന്തേ? ആദ്യത്തെ ഡേ അല്ലേ? ഡോണ്ട് മൈൻഡ്. മൊത്തത്തിലൊന്ന് കാണാല്ലേ? യാ യാ. എന്നിട്ട് നീ കണ്ടോ? കണ്ടില്ലേ? എന്നാ ബാ കാണാം. ബാ. കൊമേഴ്സും കമ്പ്യൂട്ടർ സയൻസ് അവിടെ, ഹ്യൂമാനിറ്റീസ് ഇവിടെ. അപ്പോ ബയോമാക്സോ? ബയോമാക്സോ? ബയോമാക്സ് അപ്പുറത്താന്ന് തോന്നുന്നു. നോക്കിയേ. എടാ സാധാരണ ഒരാൾക്കൊരു പുതിയ സ്ഥലത്ത് വരുമ്പോൾ ഒരു പേടിയും പിന്നെ പരിചയപ്പെടാനും അതും സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാവില്ലേ? പക്ഷെ നിനക്കെങ്ങനെ ഇത്ര എക്സൈറ്റ്മെന്റ്? നീ ഇനി ഇത് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത സ്കൂളാണോ? റിയ, കഴിഞ്ഞൊരു വർഷം ഓ, എന്നിട്ട് സോൾവ് ആയോ? അതൊക്കെ അന്ന് തന്നെ സോൾവ് ആയി. അവള് ടെക്സ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും അധികം ഹോപ്പൊന്നും വെക്കണ്ട. എന്നിട്ട് അവൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയേ? നമ്മുടെ പഴയ സ്കൂളിൽ തന്നെ? QCB സ്കൂളല്ലേ നല്ലത്, ഇവിടുന്ന് നടന്നു പോവാലോ. അതൊന്നും ശരിയാവില്ല, അവിടെയൊക്കെ വെട്ടൊക്കെ പിള്ളേരാ. എന്റെ മനുഷ്യ തൊട്ടടുത്തല്ലേ, പിന്നെ അവന് ബസ്സൊന്നും പിടിക്കണ്ടല്ലോ.
നീ ഒന്നും പറയണ്ട. ഞങ്ങളൊക്കെ കാടും മലയും കടന്നാ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അവൻ ബസ്സിൽ പോകും. ആ എന്തെങ്കിലും കാണിക്കും. എടാ ഞാൻ മിക്കവാറും ശോഭന സ്കൂളിലായിരിക്കും. ഏകദേശം ഫിക്സ് ആയി. പിന്നെ വീട്ടിന്റെ അടുത്തല്ലേ. അപ്പം ഈ ശോഭന സ്കൂൾ എങ്ങനെയുണ്ട്? ആ, അത് നല്ല ഐഡിയ. നല്ല സ്കൂളാണെന്നാണ് കേട്ടത്. നമ്മുടെ പോളിൻ്റെ മോൻ അവിടെയായിരുന്നു. നമുക്കെന്നാ അവിടെ ഫിക്സ് ചെയ്യാം. ഇവൻ പോയി നന്നാവട്ടെ. നീ അവള് ബയോമാക്സ് ആണെന്ന് മാത്രം പറയരുത്. അന്നൊരു നാളുള്ളിൽ കേറിയ നോട്ടം നിന്നുടെ മിഴിമുനകൾ തേടി അലഞ്ഞിത എന്നുടെ കണ്ണുകൾ പല നാളായി വഴി കാണാതായി ഇനി ചാരി പുലരാമോ നീ തുണയായി ഞാൻ ഇനി നിന്നും കടലാഴങ്ങൾ ഇനി താണ്ടാമേ ഒന്നായി ആകാശങ്ങൾ മീതെ പറന്നുയരാം തൂമഞ്ഞു മേഘങ്ങൾ ഒന്നായി പുണരാം താരങ്ങൾ കൺചെന്നും മഴയിൽ നനയാം വരുമോ ഓരമോ നീ എൻ കൂടെ ആകാശങ്ങൾ മീതെ പറന്നുയരാം തൂമഞ്ഞു മേഘങ്ങൾ ഒന്നായി പുണരാം താരങ്ങൾ കൺചെന്നും മഴയിൽ നനയാം വരുമോ ഓരമോ നീ എൻ കൂടെ അന്നൊരു നാളുള്ളിൽ കേറിയ നോട്ടം നിന്നുടെ മിഴിമുനകൾ തേടി ഇറങ്ങിത എന്നുടെ കണ്ണുകൾ നമ്മള് പിക്കൊന്നും എടുത്തിട്ടില്ലല്ലോ. എന്നാ നമുക്കൊരു പിക്ക് എടുക്കാം. ആ, ഇന്നലെ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ദേടാ ഇവ പോന്നു. വെയിറ്റ് ഞാൻ എടാ, പോരാ. ബില്ല് ഓക്കെ. ഓക്കെ. എന്നാ ഡയറി മിൽക്ക്. വേണ്ടടാ, അതെന്താ? വാ ഒട്ടിയിരിക്കുക. ഓ, ഇത് വെച്ചോ. എടാ എനിക്ക് ഡയറി മിൽക്കിനെക്കാളും ഇഷ്ടം 5 സ്റ്റാറാ. 5 സ്റ്റാറോ? സെറ്റ് ചെയ്യാം. കണ്ടിട്ടും കാണാമറയത്തിന്നതുപോലാണ് നിൻ ശ്വാസച്ചരത്തു ഇന്ന് താഴുന്നേ എന്നിട്ടും നിന്നെ നേടാൻ നോമ്പും നോട്ടി ഞാൻ പറഞ്ഞു എത്രയോ കാതങ്ങൾ മരത്തിൽ ചേർന്നിരിക്കും പൂമ്പാറ്റക്കൂട്ടം പോലെ നീ ഞാനും അനുരാഗത്തിൽ തൊടുവഞ്ചിയിൽ ഞാനൊരു കാര്യം പറയാന്ന് പറഞ്ഞില്ലേ.
ആകാശങ്ങൾ മീതെ പറന്നുയരാം തൂമഞ്ഞു മേഘങ്ങൾ ഒന്നായി പുണരാം താരങ്ങൾ കൺചുമ്മും മഴയിൽ നനയാം വരുമോ എന്താ പരിപാടി? അങ്ങനെയൊന്നുമില്ല, വെറുതെ. പിന്നെ എന്നോടെന്തോ പറയാണ്ടെന്ന് പറഞ്ഞിട്ട്? ഞാനൊരു റീൽ അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കോ? നോക്കാം. ഹലോ, ഞാൻ റീല് കണ്ടായിരുന്നു. എടാ പിന്നെ ഞാനൊരു റിലേഷൻഷിപ്പിൽ വന്നിട്ടില്ല, എനിക്കറിയില്ല ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന്. നീ വെറുതെ ടെൻഷൻ ആവണ്ട, നമ്മൾ ആ ടൈം ആകുമ്പം സോൾവ് ചെയ്യാം. ആടാ. എടാ ലേറ്റായി, ഞാനെന്നാ പോയി കിടക്കട്ടെ. പോലെ ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ? അന്നൊരു നാളുള്ളിൽ കയറിയ നോട്ടം നിന്നുടെ മിഴിമുനകൾ തേടി അലഞ്ഞിത എന്നുടെ കണ്ണുകൾ പല നാളായി വഴി കാണാതായി ഇനി ചാരി പുലരാമോ നീ തുണയായി ഞാൻ ഇനി നിന്നും കടലാഴങ്ങൾ ഇനി താണ്ടാമേ ഒന്നായി ആകാശങ്ങൾ മീതെ പറന്നുയരാം തൂമഞ്ഞു മേഘങ്ങൾ ഒന്നായി പുണരാം താരങ്ങൾ കൺചുമ്മും മഴയിൽ നനയാം വരുമോ ഓരമോ നീ എൻ കൂടെ ആകാശങ്ങൾ മീതെ പറന്നുയരാം തൂമഞ്ഞു മേഘങ്ങൾ ഒന്നായി പുണരാം താരങ്ങൾ കൺചുമ്മും മഴയിൽ നനയാം വരുമോ ഓരമോ നീ എൻ കൂടെ. അതെ, ആരാ അത്? ദേ ആ ഇടയിൽ നിൽക്കണണ്ട, അതിൻ്റെ ആ ബാക്കിൽ ഈ വാഴയുടെ മടലിൻ്റെ ഇടയ്ക്കുള്ള തല കാണാനാണ് വിളിച്ചുകൊണ്ട് വന്നത്. പോടാ. പിന്നെ എന്തായാലും തല കണ്ടുകൂടാന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വണ്ടി എടുത്തിട്ടാണോ ഹെൽമെറ്റ് ആയിരുന്നു കൊച്ചേഴ് കയറി. ആരാ വണ്ടി പിന്നെ കാണാം. ഇന്നീ വേദിയിൽ ഈ മക്കളുടെ വിജയം ആഘോഷിക്കുന്നതിൽ എനിക്കും പങ്കാളിയാവാൻ സാധിച്ചതിൽ അതീവ സന്തുഷ്ടയാണ്. ഇവർ നേടിയ വിജയം ഇനിയുള്ള ജീവിത വിജയങ്ങൾക്ക് ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇനിയുള്ള ജീവിതഘട്ടങ്ങളിൽ എൻ്റെ എല്ലാവിധ പ്രാർത്ഥനയും ആശംസകളും ഈ കുട്ടികളോടൊപ്പം ഉണ്ടാകും. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. എടി ഞാനിപ്പോൾ പോരാ. ഹലോ. എന്തായി? സുഖം. എടി, ഇന്നെങ്കിലും അവളോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സംസാരിച്ചില്ലേ? കുറച്ച് സമയം. എന്നാ പോയി സംസാരിക്കുക, അവളവിടെ ഇരിക്കണ്ട്. ഉറപ്പല്ലേ? ഉറപ്പ്. പേര് വിളിച്ചോ? ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. ഫസ്റ്റ് ജോസ്ബിൻ സാബു. കോളേജൊക്കെ എന്തായി? നെക്സ്റ്റ് വീക്ക് തുടങ്ങുന്നു. ലിസ മരിയ.
പിന്നെ ഞാൻ ഹലോ എടാ ഞാൻ പോയിട്ട് വരാം. ഓക്കെ. ഇവ ജോൺ. എടാ ഞാൻ നിന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നോ എനിക്ക് എൻട്രൻസ് എക്സാം വരുവാ? ആ 1 മാസമല്ലേ? ആ 1 മാസം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ നിൻ്റെ കരിയറും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യും. നമ്മുടെ കാര്യം പിന്നെ നോക്കാം. ഞാൻ സമയം കിട്ടുമ്പോൾ നിനക്ക് മെസ്സേജ് ചെയ്യാം. നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്കിങ്ങനെ ചില എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായി? കിട്ടൂലടാ, എനിക്കൊരു പ്രതീക്ഷയില്ല. നമുക്ക് നോക്കാം. പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഞാനെന്നാ വെക്കുവാ. ഓക്കെ ബായ്. ലിസമോൾ എന്താ പരിപാടി? സ്കൂളിലാടാ, നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ കണ്ടിട്ട് പോകാനായിരുന്നേ. ഓ, ഞാൻ കഴിഞ്ഞ ആഴ്ച അമ്മമാരായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നീ ഒറ്റയ്ക്കാണോ? ഇവയുണ്ട്, ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാ. ആ ബാക്കിയുള്ളവർ ഓൺ ദ വേയാ. ഇവയുണ്ടോ? ആടാ ഞാൻ കൊടുക്കാം. ഹലോ ഹലോ, എന്താടോ ഒരു വിവരമില്ലല്ലോ? ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങാൻ. ആണോ? പിന്നെ എത്തി? ആ ഓക്കെ പ്ലീസ്. ആടാ അവള് പോയി, ബാക്കിയുള്ളവർ വന്നോ? അതാ. ആടോ ഞാൻ വിളിക്കാം. ടാക്കിറ്റോസ് എന്ന് പറയുന്നൊരു മെക്സിക്കൻ കടയും പുതിയ വന്നിട്ടുണ്ട്. അവിടുത്തെ ഫുഡ് പൊളിയാന്ന് കേട്ടിട്ടുള്ള. അടുത്ത തവണ അങ്ങോട്ട് ഇട്ടാലോ? പോയേക്കാം. ഇവ എന്ത് പറയുന്നു? ഇവ നാട്ടിൽ പോയി. ഓക്കേടാ, അപ്പോൾ ഓക്കെ, കാണാം. കാണാം. ഹലോ അളിയ, നീ ഇതെവിടെയാ? ഇങ്ങോട്ട് വാ. ഇവിടെ ഇവയുണ്ട്, ലിസയുണ്ട്, സോനയുണ്ട്. ഹരി, പറടാ. ഞാൻ നെക്സ്റ്റ് മന്ത് പോവാ. കാര്യങ്ങളെല്ലാം റെഡിയായി. അടിപൊളി അടിപൊളി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാനേ മറ്റേ ഇവയില്ലേ, അവളെ നമ്മുടെ സ്കൂളിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഏത് CBSE സ്കൂളോ? ആടാ, അവിടെ തന്നെ അവിടെ തന്നെ. എന്നിട്ടോ? എന്നിട്ടെന്താ, ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ കണ്ട് സംസാരിച്ചു. എന്നിട്ട് അവള് പോയി. ഞാൻ വിളിക്കാം. ഓക്കെടാ. ഇവ എന്താ നിന്റെ പ്രശ്നം? ഞാനോരോ കാര്യങ്ങൾ അറിയുന്നത് ഹരി വഴിയാ. ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല,
നിൻ്റെ ഓരോ കാര്യങ്ങൾ അറിയുന്നത് ഫ്രണ്ട്സിൻ്റെ സ്നാപ്പും സ്റ്റോറിയും വഴിയാണ്. നമ്മുടെ കാര്യം എനിക്ക് സംസാരിക്കണം. നമുക്കൊന്ന് കറങ്ങാൻ പോയല്ലോ, ലിസ ഉണ്ടാവും. നിങ്ങൾ വെക്കോ? ഞാനില്ല. എന്താ നിൻ്റെ പ്രശ്നം? എനിക്കറിയില്ല. ആ എന്തായി? ഇവള് വരുന്നില്ലെന്നാ പറയുന്നത്. അതെന്താ? എനിക്ക് ഭയങ്കര തലവേദന. നിങ്ങൾ പൊക്കോ. എടോ പ്ലീസ്, ഇന്നൊരു ദിവസം മാത്രം. നെക്സ്റ്റ് വീക്ക് ഞാൻ പോവാം. ഞാനൊന്ന് പോട്ടെ. ഓക്കെ ബൈ. ആ ബൈ. ഞാനും വരട്ടെ? വേണ്ട, ഞാൻ പൊക്കോളാം. ഇവ ഒരു കാര്യം പറയണ്ടായിരുന്നു. നിനക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലേ? നമുക്കിതോടെ ചേർത്താം. എടാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതിപ്പോൾ എന്തെങ്കിലും നന്നായി. പറഞ്ഞില്ലായിരുന്നെങ്കിൽ വെച്ചോണ്ട് പോകണ്ടല്ലോ. ഞാനൊരു സാധനം. വേണ്ട. ഓൾ ദി ബെസ്റ്റ്. എടാ, നിനക്ക് ഇപ്പോഴും അവളോട് ദേഷ്യം ഉണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. അവൾക്ക് അവളുടേതായ എന്തെങ്കിലും റീസൺ ഉണ്ടാവും. ചിലപ്പോൾ അവളുടെ അവസ്ഥ കൊണ്ടായിരിക്കും. നീ എന്താ പ്ലാൻ? ഞാനിവിടെ കൊച്ചി തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങുമെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ എന്നാ കാണാം. അപ്പം ബൈ. കാണാം. ജെറിനെ, ഇറ്റ്സ് ടൈം. ആക്ഷൻ ആക്ഷൻ. ജീവിതത്തിൽ തോൽവി അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണോ? ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഈ രചി നിങ്ങളുടെ കൂടെ കിട്ടിയ ഫോക്കസ് ഓക്കെ അല്ലേ? പാൻ ഇന്ത്യൻ പിടിക്കാം. സോറി, കണ്ടില്ലായിരുന്നു. ഏയ് കുഴപ്പമില്ല. ആടി പറ.
ഇപ്പോൾ വരും. ആ എന്തേലും ഓർഡർ ചെയ്യണോ? വേണ്ട, ഞാൻ വന്നിട്ട് പോകാം. ഓക്കെ. പിന്നെ സുഖം? പിന്നെ സുഖം. ഓ, നീ ചെന്നൈ പോയിട്ട് എന്നാ വന്നേ? 2 ദിവസം മുന്നേ എത്തി. ഹെവി വർക്കായിരുന്നു. വേറെ ഡിലേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോന്നു. പിന്നെ ആൻ്റപ്പൻ എന്ത് പറയുന്നു? ആ അടുത്ത ആഴ്ച വരും. പിന്നെ ലീവൊക്കെ കുറവാ. പക്ഷെ ഈ വീക്ക് എന്തോ പ്ലാനൊക്കെ ഉണ്ട്. ഓ, ആരാ? പുല്ല്, അതൊരു വ്യാളി കേസാണ്. പണ്ടേ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്താലും പരയാണ്. അനുഭവിച്ചു പണ്ടാരം. ഇപ്പോഴേ അങ്ങനെയാണെങ്കിൽ തൊരുതര വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ നീ ഇപ്പൊ പറഞ്ഞ ആളാന്ന് തോന്നുന്നു. അവിടെ നിപ്പുണ്ട്, അതാണെന്ന് തോന്നുന്നു. വേണ്ട വേണ്ട, അവിടെ വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. എടി ഇവിടെ കണ്ട ബാബുവാ. എടാ ബില്ല് നടക്കടാ. ഒരു മാറ്റവും ഇല്ലല്ലോ. കൊടുത്തിട്ട് വേഗം വാ, പെട്ടെന്നോ. എൻ്റെ പൊന്നെണ്ണ, ഒന്ന് വെറുതെ വിടണ്ണ. വേറെ ആരോ നോക്ക്. നീ ഇനി അവളെ ആലോചിച്ചിരിക്കണ്ട, അവള് പോയി. നീ ഇനി പുറകെ നടക്കാൻ നിൽക്കണ്ട, ആ കേസ് അങ്ങ് വിട്ടല്ലേ. പുറകെ നടക്കാനൊന്നും ഞാനില്ല. പക്ഷെ അവള് വിട്ടുകളയൊന്നും പറ്റില്ല. കണ്ടിട്ടും കാണാമറയത്തെന്നതുപോലാണി നിൻ ശ്വാസച്ചാരത്തു ഇമ താഴുന്നേ. എന്നിട്ടും നിന്നെ നീടാൻ നോമ്പും നോറ്റി ഞാൻ എത്രയോ കാതങ്ങൾ പൂമരത്തിൽ ചേർന്നിരിക്കും പൂമ്പാറ്റക്കൂട്ടം പോലെ നീയും ഞാനുമേ അനുരാഗത്തിൻ തുഴവഞ്ചിയിൽ തീരം തേടി പായും പോലെ ആകാശങ്ങൾ മീതെ പറന്നുയരാം. തൂമഞ്ഞു മേഘങ്ങൾ ഒന്നായി പുണരാം. താരങ്ങൾ കൺചിമ്മും മഴയിൽ നനയാം. വരുമോ പോരാമോ നീ എൻ കൂടെ? പോലെ പോലെ ഒരു കാര്യം പറയണ്ട.